നോ വേൾഡിലെ കടിച്ചു കടിച്ചു അമ്മച്ചേ അമ്മച്ചേ പാമ്പ് പാമ്പ് പുറത്തെ ചൂട് കാരണം വെക്കേഷൻ മുഴുവൻ അകത്തിരിക്കേണ്ട അവസ്ഥയാണല്ലേ. എന്നാൽ ഇനി വെയിലും കൊള്ളണ്ട, കുറച്ച് റിലാക്സ് ആക്കാനും പറ്റിയ ഒരു കിടിലൻ സ്പോട്ടിലാണ് റിപ്പോർട്ടർ ഇന്ന് എത്തിയിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ദി എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. അപ്പൊ നമ്മളിപ്പം ബേർഡ്സ് പാർക്കിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഡിഫറെന്റ് വെറൈറ്റി സ്പീഷീസിലുള്ള ബേർഡ്സ് ആണുള്ളത്. കോക്ടെയിൽ, യെല്ലോ കോക്ടെയിൽ, അരിപ്രാവ്, ഡയമണ്ട് കീറ്റ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സ്പീഷീസിലുള്ള ബേർഡ്സ്. ഇങ്ങനെ നമുക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. ബേർഡ്സിന് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ വേറൊരു കിടിലൻ സ്പോട്ട് വേറെയില്ല. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ബേർഡ്സ് എക്സോട്ടിക് പാർക്ക്. ബേർഡ്സിന് പറ്റിയ ഒരു കിടിലൻ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇവർക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാനും ഇവർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബേർഡ്സിനെ നമുക്ക് ഒന്ന് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യൽ പലപ്പോഴും കുറവായിരിക്കും. ശരിക്കും ഇതൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കൊച്ചി വരാപ്പുഴ പാലത്തിനടുത്താണ് ഈ എക്സോട്ടിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേർഡ്സ് മാത്രമല്ല പല വെറൈറ്റി സംഭവങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്താണെന്ന് അറിയണ്ടേ? വാ നോക്കാം. ഇതാണ് ഇവിടുത്തെ റിച്ചു, നമ്മുടെ മക്കാവ്. ഒരുപക്ഷെ പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് പ്രത്യേകിച്ച് ഫ്രൂട്ട്സ്, പിന്നെ സീഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഫുഡൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ആപ്പിൾ, ഷമാം അല്ലെങ്കിൽ വാട്ടർമെലൺ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ഫുഡ് ഐറ്റംസ്. സിർലാക്ക് പോലുള്ള ചില ബേബി ഫുഡ് ഐറ്റംസും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഹായ് റിച്ചു, ആള് നല്ല ഫ്രണ്ട്ലി ആട്ടോ. അയ്യോ, ഈ ചൂട് ക്ലൈമറ്റ് ഇവർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. പക്ഷേ ഇവിടെ അത് ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും വാം ക്ലൈമറ്റ് ആണ്. ഇവർക്ക് ഇവരുടെ നേച്ചറായിട്ട് ഇവരുടെ ലൈഫ് സ്റ്റൈലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു അതിഥി അച്ചു. ആളിച്ചിരി നാണക്കാരനാണ്, ബട്ട് ക്യൂട്ടാണ്. മർമോസെറ്റ് മങ്കി സ്പീഷീസിൽ പെട്ട മങ്കിയാണിത്. വേൾഡിലെ തന്നെ ഏറ്റവും ചെറിയ മങ്കീസിൽ സെക്കൻഡ് പൊസിഷനിലുള്ള മങ്കിയാണിത്. ഇത് വേറൊരാളാണ്. ഇത് ബോൾ പൈത്തൺ ആണ്. ഇതിന്റെ കൂടെ ഇതിന്റെ ഫ്രണ്ട് റെഡ് ടെയിൽ പോവ കൂടെ ഉണ്ട്. പക്ഷെ ആള് കുഴപ്പമൊന്നുമില്ല, കമ്പനിയാണ്. പാമ്പുകളെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പേടിയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ വന്ന പാമ്പുകളായിട്ട് മിങ്കിൾ ചെയ്ത് അവരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതിന് ഉത്തരവാദിത്വമല്ലോ. ഇത് റെഡ് ടെയിൽ ബോയാണ്. നല്ല ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനിയാണ്. ഇവിടെയുള്ള വേറൊരാളാണ് ഈ ഇഗ്വാന. ആള് പൊതുവെ ശാന്തനാണെന്നാണ് ഇവർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇഗ്വാനകൾക്ക് പൊതുവെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളൊക്കെയാണ് ഇവർ ഫുഡായിട്ട് കൊടുക്കുന്നത്. ഇവിടെ 2 ഇഗ്വാനകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ സ്നേക്സ് ആണ്. 2 സ്നേക്സ് ഇവിടെ ഉണ്ട്. ഇവർക്ക് വൈറ്റ് റാറ്റ് ആണ് ഫുഡായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മങ്കിക്ക് സിർലാക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവർ ഫുഡായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ടെഗു. നോർമലി ഇഗ്വാനാസിനൊക്കെ നോൺ വെജ് ഐറ്റംസ് കൊടുക്കാറില്ല. അവർ വെജ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കൊടുക്കാറ്. പക്ഷെ ഇവന് കൂടുതൽ പ്രിയം നോൺ വെജ് ഐറ്റംസ് ആണ്.
ചിക്കൻ്റെ ബോൺസ് ഇല്ലാത്ത പീസസ് ആണ് ഇവന് നോർമലി ഇവിടെ ഫുഡായിട്ട് കൊടുക്കാറുള്ളത്. ഇത് കൊനൂർ സ്പീഷീസിൽ പെട്ട ഒരു ബേർഡാണ്. ഇത് ആക്ച്വലി നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് നമ്മുടെ ഈ ക്രൂ മെമ്പറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇണങ്ങി വന്ന ഒരാളാണ്. നമ്മൾ മറ്റുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നപ്പോഴും നമ്മുടെ ക്രൂ മെമ്പറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇണങ്ങി തന്നെ ആളുടെ അടുത്തേക്ക് വന്നിരുന്ന ഒരു ബേർഡാണ്. ഇവർ രണ്ടും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടോ. ശരിക്കും ഈ ബേർഡ്സിന് ഫുഡൊക്കെ കൊടുക്കാന്ന് പറയാ, അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് സമയം ഇവരായിട്ട് സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മൈൻഡൊക്കെ ശരിക്കും ഒന്ന് കൂളാക്കും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് ഒന്ന് ഇവരായിട്ട് ഇവരുടെ ഈ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്ത് ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ദ ബേർഡ്സ് എക്സോട്ടിക് പാർക്ക്. നമ്മുടെ കൊച്ചി വരാപ്പുഴയ്ക്കടുത്താണ് ഈ എക്സോട്ടിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോർമലി ഇവർ ഫെയർ ചെയ്യുന്നത് ഒരാൾക്ക് 200 രൂപ വെച്ചാണ്. ബേർഡ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം, ഇവർക്ക് ഫുഡ് കൊടുക്കാം, മങ്കീസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം, സ്നേക്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. ഇതുപോലെ ബേർഡ്സ് ഒക്കെ ഒന്ന് തലയിൽ കയറിയിരിക്കണമെന്നോ കയ്യിൽ പിടിക്കണമെന്നോ എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നേരെ പോന്നോളൂ നമ്മുടെ എക്സോട്ടിക് പാർക്കിലേക്ക് കേട്ടോ.